കർണാടക ശിവമോഗ ഭദ്രാവതിയിൽ പ്രകടനത്തിനിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പരാതി. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കേസെടുത്തു. ശിവമോഗ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ശിവമോഗ SP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്രീധരൻ, എന്തായിരുന്നു ഈ പ്രതിഷേധ പ്രകടനം? എങ്ങനെയാണ് പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ ഉണ്ടായത്? പോലീസ് എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? ശിവമോഗയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രകടനം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപണം വന്നത്. ആ മുദ്രാവാക്യങ്ങളിൽ സിന്ദാബാദ് വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. അത് പാകിസ്ഥാൻ സിന്ദാബാദ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും പോലീസ് ഈ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരാണ് ഇത് വിളിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് ശിവമോഗ SP അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനു മുൻപും സമാന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നിരുന്നു. ഇതിനു മുൻപ് കർണാടക നിയമസഭയിൽ തന്നെ ഒരു രാജ്യസഭാ MP തിരഞ്ഞെടുത്തുവെന്ന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ പാക് അനുകൂല മുദ്രാവാക്യം ഉണ്ടായി എന്ന് ആരോപണം ഉയർന്നു. പോലീസ് അക്കാര്യം അന്വേഷിക്കുകയും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അന്ന് അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. ഏതായാലും സമാന രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശിവമോഗ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. പാക് അനുകൂല മുദ്രാവാക്യം പ്രതിഷേധത്തിൽ ഉയർന്നു എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.